വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ജനറേഷൻ അതുപോലെ ട്രാൻസ്മിഷൻ എന്ന റിലേറ്റഡ് ആയിട്ടുള്ളതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള MCQs ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ പൾവറൈസിങ് ദ കോൾ ഈസ് നോൺ എസ്. അപ്പോൾ ഏത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൾ പൾവറൈസിങ് ചെയ്യുന്നത്? അപ്പോൾ ഏതാണ്, എന്തിനാണ് ഈ പൾവറൈസിങ് ചെയ്യുന്നത്? അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ബോൾ മിൽ, ഓപ്ഷൻ ബി ഹോപ്പർ, ഓപ്ഷൻ സി ബർണർ, ഓപ്ഷൻ സി സ്റ്റോക്കർ. അപ്പോൾ ഏത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൾ പൾവറൈസിങ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ മില്ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ ഈസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇന്ത്യയിലുള്ളത്? ഓപ്ഷൻ എ ടൈഡൽ പവർ, ഓപ്ഷൻ ബി ഹൈഡ്രോളിറ്റിക് പവർ, ഓപ്ഷൻ സി ന്യൂക്ലിയർ പവർ, ഓപ്ഷൻ ഡി തെർമൽ പവർ. അപ്പോൾ ലാർജസ്റ്റ് സോഴ്സ് ഏതിൽ തന്നെയാണ്? നമ്മുടെ തെർമൽ പവർ എന്നാണ്. ഏതാണ്? തെർമൽ പവർ എന്നാണ്. Question number 3, in Francis turbine runner, the number of blades is usually of the order of. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ റണ്ണർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് ബ്ലേഡ്സ് ഏത് റിലേറ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഓർഡർ വന്നിട്ട്? ഓപ്ഷൻ എ 3 to 6, ഓപ്ഷൻ ബി 8 to 10, ഓപ്ഷൻ സി 16 to 24, ഓപ്ഷൻ ഡി 30 to 42. അപ്പോൾ ഏതായിരിക്കും? ഫ്രാൻസിസ് ടർബൈൻ്റെ റണ്ണറിൽ നമ്പർ ഓഫ് ബ്ലേഡ്സ് ഏതിൻ്റെ ഓർഡറിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 to 24 ആ ഒരു റേഞ്ചിലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ടർ ഹാമർ ഒക്കേഴ്സ് ഇൻ. എവിടെയാണ് വാട്ടർ ഹാമർ ഒക്കർ? ഇതൊക്കെ എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ വാട്ടർ ഹാമർ ഒക്കറിൻ എന്തിലാണ്? ഓപ്ഷൻ എ സർജ് ടാങ്ക്, ഓപ്ഷൻ ബി പെൻസ്റ്റോക്ക്, ഓപ്ഷൻ സി ടർബൈൻ കേസിംഗ്, ഓപ്ഷൻ ഡി ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോൾ ഏതിലാണ്? പെൻസ്റ്റോക്കിലാണ് വാട്ടർ ഹാമർ ഒക്കർ ചെയ്യുന്നത്. ഏതിലാണ്? പെൻസ്റ്റോക്കിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ മോഡേൺ സ്റ്റീം ടർബൈൻ ആർ. മോഡേൺ സ്റ്റീം ടർബൈൻസിന് എന്ത് പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇമ്പൾസ് ടർബൈൻ, ഓപ്ഷൻ ബി റിയാക്ടൻസ് ടർബൈൻ, ഓപ്ഷൻ സി ഇമ്പൾസ് റിയാക്ടൻസ് ടർബൈൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ മോഡേൺ സ്റ്റീം ടർബൈന് നമുക്ക് എന്ത് പറയാം? ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയാം. എന്ത് പറയാം? ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 6, യൂഷ്വലി ദ ജനറേറ്റഡ് വോൾട്ടേജ് ഇൻ എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഈസ്. ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ജനറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്? ഇതൊക്കെ നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജനറേറ്റിംഗ് വോൾട്ടേജ് എങ്ങനെയാണ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അല്ലേ. ഓപ്ഷൻ എ 33 kV, ഓപ്ഷൻ ബി 11 kV, ഓപ്ഷൻ സി 33 kV, ഓപ്ഷൻ ഡി 66 kV. അപ്പോൾ എത്രയാണ് ജനറേറ്റഡ് വോൾട്ടേജ് ഇൻ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വരുന്നത്? 11 kV ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ ഫോർ എ കൺസ്യൂമർ ഈസ്. ഒരു കൺസ്യൂമറിൻ്റെ മോസ്റ്റ് ഇക്കണോമിക്കൽ പവർ ഫാക്ടർ എത്രയാണ്? ഓപ്ഷൻ എ 0.9 ലാഗിങ്, ഓപ്ഷൻ ബി 0.9 ലീഡിങ്, ഓപ്ഷൻ സി 0.5 ലാഗിങ്, ഓപ്ഷൻ ഡി 0.5 ലീഡിങ്. സാധാരണ പവർ ഫാക്ടർ എന്നുള്ള ആ ഒരു റേഞ്ച് വന്നിട്ട് എങ്ങനെയാണ്? 0.95 to 0.99 ആണ്. അപ്പോൾ അത് ഓപ്ഷനിൽ ഇല്ലാത്ത കാരണം ഇവിടെ കറക്റ്റ് ആൻസർ വന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഏതാണ്? 0.9 ലാഗിങ് ആയിരിക്കും മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ ഫോർ എ കൺസ്യൂമർ എന്ന് പറയുന്നത്. Next one, the load factor of a power station is generally equal to unity, less than unity, more than unity, equal to 0, diversity factor always. ഈ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ലോഡ് അല്ലേ. എത്ര ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിപ്പം ഡെയിലി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ ഇയർലി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സാധാരണ ഈ ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതെങ്ങനെയായിരിക്കും? ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. ലെസ് ദാൻ യൂണിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇൻ തെർമൽ പവർ പ്ലാന്റ് ടർബൈൻ ഈസ് പ്ലേസ്ഡ്. തെർമൽ പവർ പ്ലാന്റിൽ ടർബൈൻ എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ബിഫോർ ബോയിലർ, ഓപ്ഷൻ ബി ഇൻ ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ജനറേറ്റർ, ഓപ്ഷൻ സി ആഫ്റ്റർ ജനറേറ്റർ, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബോ. ഏതിലാണ് വരുന്നത്? ഇൻ ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ജനറേറ്ററിലാണ് നമ്മൾ ടർബൈൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാമറ്റിക് നന്നായി നോക്കുക. തെർമൽ ആണെങ്കിലും ഹൈഡ്രോ ആണെങ്കിലും അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെങ്കിലും ഡയഗ്രാം നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അറിയാൻ പറ്റണ്ടേ. അപ്പോൾ എവിടെയാണ് ടർബൈൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഇൻ ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ജനറേറ്ററിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ദ യൂഷ്വൽ സ്പാൻ വിത്ത് RCC പോളാർ. RCC പോൾസിൻ്റെ യൂഷ്വൽ സ്പാൻ എത്രയാണ്? ഓപ്ഷൻ എ 30 to 50 meter, ഓപ്ഷൻ ബി 20 to 30 meter, ഓപ്ഷൻ സി 80 to 100 meter, ഓപ്ഷൻ ഡി 150 to 200 meter. അപ്പോൾ ഒരു യൂഷ്വൽ സ്പാൻ വിത്ത് RCC പോൾ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് 80 to 100 meters ആയിരിക്കും. 80 to 100 meters ആണ്. വേറെ ഏതൊക്കെയാണ് നമ്മൾ സ്പാൻസ് ആയിട്ട് യൂഷ്വൽ പോൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? വുഡൻ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ വുഡൻ്റെ ഒക്കെ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലെസ് ദാൻ 50 meter റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ വുഡൻ പോൾസിൻ്റെ ഒക്കെ വരുന്നത്. സ്റ്റീൽ ആണെങ്കിൽ
നിയർലി 50 to 80 മീറ്റർ ആ ഒരു റേഞ്ചാണ് വരുന്നത്. എന്നാൽ RCC പോൾ പറയുമ്പോൾ എത്രയാണ്? 80 to 100 മീറ്റേഴ്സ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻ യൂസസ്. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്? ഓപ്ഷൻ എ സസ്പെൻഷൻ ഇൻസുലേറ്റർ, ഓപ്ഷൻ ബി പിൻ ഇൻസുലേറ്റർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഏതൊക്കെ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പിൻ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ഷാക്കിൾ ഇൻസുലേറ്റർ ഉണ്ട്, ഡിസ്ക് ഇൻസുലേറ്റർ ഉണ്ട്, സ്ട്രേ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? സസ്പെൻഷൻ ഇൻസുലേറ്റർ ആണ്. ഏതാണ്? സസ്പെൻഷൻ ഇൻസുലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്നാൽ പിൻ ഇൻസുലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ലോ വോൾട്ടേജിലാണ് യൂസ് ചെയ്യുന്നത്. Question number 12 relays used in a long transmission line is. Long transmission ലൈൻസിൽ യൂസ് ചെയ്യുന്ന റിലേ ഏതാണ്? ഓപ്ഷൻ എ ഇംപിഡൻസ് റിലേ, ഓപ്ഷൻ ബി മോർ റിലേ, ഓപ്ഷൻ സി റിയാക്റ്റൻസ് റിലേ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഏത് റിലേ ആണ്? നമുക്കറിയാം ഒരു ഡിസ്റ്റൻറ്റ് റിലേനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഏതൊക്കെ? റിയാക്റ്റൻസ്, ഇംപിഡൻസ്, മോ ഒക്കെ അല്ലേ. അതായത് ഷോർട്ട് ട്രാൻസ്മിഷൻ ആണെങ്കിൽ, അതായത് ഷോർട്ട് ലൈനിനാണെങ്കിൽ നമ്മൾ റിയാക്റ്റൻസ് റിലേ യൂസ് ചെയ്യും. ഒരു ഇംപിഡൻസ് റിലേ ആണെങ്കിൽ ഒരു മീഡിയത്തിൽ യൂസ് ചെയ്യാം. എന്നാൽ മോർ റിലേ ആണെങ്കിൽ എന്താണ്? ലോങ് ട്രാൻസ്മിഷൻ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന റിലേ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മോ റിലേ ആയിരിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 30 ദ മെറ്റീരിയൽ കോമൺലി യൂസ്ഡ് ഫോർ ഇൻസുലേഷൻ ഇൻ ഹൈ വോൾട്ടേജ് കേബിൾ ഈസ്. ഏത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഹൈ വോൾട്ടേജ് കേബിളിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ പേപ്പർ, ഓപ്ഷൻ ബി ലെഡ്, ഓപ്ഷൻ സി PVC, ഓപ്ഷൻ ഡി റബ്ബർ. അതായത് PVC, റബ്ബർ, പേപ്പറൊക്കെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻസുലേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ട് ഹൈ വോൾട്ടേജ് കേബിൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, പേപ്പറാണ് മെയിനായിട്ട് നമ്മൾ എന്നാ ഹൈ വോൾട്ടേജ് കേബിളിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇംപെർമാഗ്നറ്റ് പേപ്പറാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 40 66 kV ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പവർ ഓവർ. നമ്മൾ ഹൈ പവർ, ലോ പവറിൽ എത്ര കിലോമീറ്റർ റേഞ്ച്? അതായത് 66 kV ഏത് ട്രാൻസ്മിഷൻ പവർ ഓവർ ഏത് റേഞ്ചിലാണ്? ഓപ്ഷൻ എ 200 കിലോമീറ്റർ, ഓപ്ഷൻ ബി 120 കിലോമീറ്റർ, ഓപ്ഷൻ സി 60 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 30 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ സാധാരണ 11 kV ഒക്കെ ആണെങ്കിൽ ഏകദേശം 50 to 30 കിലോമീറ്റർ അതായിരിക്കും റേഞ്ച്. 33 kV ആണെങ്കിൽ അത് എത്രയാണ്? 30 to 60 ആണ്. എന്നാൽ 66 kV ആണെങ്കിൽ അത് എത്രയാണ്? 40 to 120 ആണ്. അപ്പോൾ അവിടെ താഴെ നമുക്ക് എന്താണ്? 40 to 120 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ 120 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ 40ൻ്റെയും 120ൻ്റെയും ഇടയിൽ വരുന്നത് ഏതാണ്? 60 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് എന്താണ് എഴുതാം? ഓപ്ഷൻ സി 60 കിലോമീറ്ററിന് എഴുതാം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 50 ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഇൻ EHV ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊവൈഡ്. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ സ്ട്രെയിൻഡ് കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഇൻ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ബണ്ടിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ GMR ഇൻക്രീസ് ചെയ്യും. ആ GMR ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഡക്റ്റൻസ് റെഡ്യൂസ് ചെയ്യും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ ഓപ്ഷനിൽ ഇൻക്രീസിങ് കപ്പാസിറ്റൻസ്, റെഡ്യൂസ്ഡ് കപ്പാസിറ്റൻസ്, അതുപോലെ പിന്നെന്താണ് തന്നിട്ടുള്ളത്? ഇൻക്രീസിങ് ഇൻഡക്റ്റൻസ്, ഇൻക്രീസ്ഡ് വോൾട്ടേജ് ഗ്രേഡിയൻ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ഇൻക്രീസ് ചെയ്യുക? ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ. Next question number 60 current flowing through the neutral of a 3-phase 4-wire cable is. എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കറണ്ട് അല്ലേ. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ന്യൂട്രൽ ഓഫ് എ 3-phase 4-wire കേബിൾ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഈക്വൽ ടു കറണ്ട് ഇൻ ഫേസ് വയർ, ഓപ്ഷൻ ബി ഈക്വൽ ടു സം ഓഫ് കറണ്ട് ഇൻ ഫേസ് വയർ, ഓപ്ഷൻ സി ലെസ് ദാൻ ദ കറണ്ട് ഇൻ ഫേസ് വയർ, ഓപ്ഷൻ ഡി മോർ ദാൻ ദ കറണ്ട് ഇൻ ഫേസ് വയർ. ഇതിന് ആൻസർ വരുന്നത് ലെസ് ദാൻ ഫേസ് കറണ്ട് അല്ലെങ്കിൽ വെക്റ്റർ സം ഓഫ് ഫേസ് കറണ്ട് ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഈ ഓപ്ഷനിൽ അത് തന്നിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് വെക്റ്റർ സം ഓഫ് ഫേസ് കറണ്ട് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 17 സ്കിൻ എഫക്ട് റിസൾട്ട് ഇൻ. സ്കിൻ എഫക്ട് മൂലം എന്താണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ റെഡ്യൂസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബട്ട് ഇൻക്രീസിംഗ് എഫക്റ്റീവ് ഇന്റേണൽ റിയാക്ടൻസ് ഓഫ് ദ കണ്ടക്ടർ, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബട്ട് റെഡ്യൂസ് എഫക്റ്റീവ് ഇന്റേണൽ റിയാക്ടൻസ് ഇൻ ദ കണ്ടക്ടർ, ഓപ്ഷൻ സി റെഡ്യൂസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് as well as effective internal reactance, ഓപ്ഷൻ ഡി ഇൻക്രീസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് as well as effective internal reactance. സാധാരണ ഒരു സ്കിൻ എഫക്റ്റ് മൂലം
എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ് എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ ഇതിൽ ചെന്നിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് എഫക്റ്റീവ് ഏതാണ് ഇൻക്രീസിങ് എഫക്റ്റീവ് റിയാക്റ്റൻസ് ബട്ട് റെഡ്യൂസ് എഫക്റ്റീവ് ഇൻറ്റേർണൽ റിയാക്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 80, ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ സ്യൂട്ടബിൾ വാല്യൂ ഏതാണ്? ഓപ്ഷൻ എ 66 kV, ഓപ്ഷൻ ബി 6.6 kV, ഓപ്ഷൻ സി 230 വോൾട്ട്സ് 400 വോൾട്ട്, ഓപ്ഷൻ ഡി 22 kV. ഏതാണ് വരിക? ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 66 kV ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓരോന്നിൻ്റെയും ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി വെക്കുക ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ. Question number 1, the ratio of maximum load which could be drawn to a rated capacity of a system is known as. Option A load factor, option B diversity factor, option C utility factor, option D demand factor. അപ്പോൾ ഏതിനെയാണ് റേഷ്യോ ഓഫ് മാക്സിമം ലോഡ്, അതായത് മാക്സിമം ലോഡ് വിച്ച് കുഡ് ബി ഡ്രോൺ ദ റേറ്റഡ് കപ്പാസിറ്റി, മാക്സിമം ലോഡ് ബൈ റേറ്റഡ് കപ്പാസിറ്റി ഏതാണ്? നമ്മുടെ യൂട്ടിലിറ്റി ഫാക്ടർ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 2, clearance from ground for the lowest conductor in low and medium voltage transmission is ഏതാണ്? ഓപ്ഷൻ എ 5.791 meter, ഓപ്ഷൻ ബി 5.486 meter, ഓപ്ഷൻ സി 4.572 meter, ഓപ്ഷൻ ഡി 3.963 meter. ഏതാണ് വരുന്നത്? ക്ലിയറൻസ് ഫ്രം ഗ്രൗണ്ട് ടു ദ ലോവസ്റ്റ് കണ്ടക്ടർ ഇൻ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതാണ്? 5.486 meter ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3, എ കപ്ലിംഗ് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ സബ്സ്റ്റേഷൻ ഫോർ. എന്തിനാണ് നമ്മൾ സബ്സ്റ്റേഷനിൽ കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇംപ്രൂവിംഗ് പവർ ഫാക്ടർ, ഓപ്ഷൻ ബി ബ്ലോക്കിംഗ് സർജ് വോൾട്ടേജ്, ഓപ്ഷൻ സി റെഡ്യൂസിങ് ട്രാൻസിയൻ റെസ്പോൺസ്, ഓപ്ഷൻ ഡി കമ്മ്യൂണിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റർ ഒരു സബ്സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. Question number 4, EBB method is used to obtain power from. എവിടെ നിന്നാണ് നമ്മൾ EBB മെത്തേഡ് ഏതിലാണ് യൂസ് ചെയ്യുന്നത് പവർ ഒബ്റ്റെയിൻ ചെയ്യാൻ? ഓപ്ഷൻ എ ടൈഡൽ പവർ സ്റ്റേഷൻ, ഓപ്ഷൻ ബി വിൻഡ് പവർ സ്റ്റേഷൻ, ഓപ്ഷൻ സി തെർമൽ പവർ സ്റ്റേഷൻ, ഓപ്ഷൻ ഡി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഏതിലാണ് നമ്മൾ ഈ EBB മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ടൈഡൽ പവർ സ്റ്റേഷനിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 5, for an ACSR conductor the size of binding wire should not be less than. ഒരു ACSR കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ഓഫ് ബൈൻഡിങ് വയർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എത്രയായിരിക്കണം? ഓപ്ഷൻ എ 1 square mm, ഓപ്ഷൻ ബി 1.5 square mm, ഓപ്ഷൻ സി 2 square mm, ഓപ്ഷൻ ഡി 2.5 square mm. ഏതാണ് ആൻസർ വരിക? 2 square mm ആണ് ഒരു ACR കണ്ടക്ടറിൽ സൈസ് ഓഫ് ബൈൻഡിങ് വയർ വരുന്നത്. ഓക്കെ, ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഏതായിരിക്കണം? 2 square mm ആയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 6, എ ലോഡ് ഫാക്ടർ ഇൻഡിക്കേറ്റ്. ലോ ലോഡ് ഫാക്ടർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലോ ലോഡ് ഫാക്ടർ ആണ് കേട്ടോ. നമുക്കറിയാം ലോഡ് ഫാക്ടർ 2 ടൈപ്പ് ഉണ്ട്, ഹൈ ലോഡ് ഫാക്ടർ ഉണ്ട്, അതുപോലെ ലോ ലോഡ് ഫാക്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ ലോ ലോഡ് ഫാക്ടർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദർ ഈസ് നോ സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റം, ഓപ്ഷൻ ബി ദർ ഈസ് എ ഹൈ സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റം, ഓപ്ഷൻ സി ദർ ഈസ് മീഡിയം സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ ദീസ്. അപ്പോൾ ലോ ലോഡ് ഫാക്ടർ ആണെങ്കിൽ എന്നല്ല സ്ട്രെയിൻ ഉണ്ടാവില്ല, ദർ ഈസ് നോ സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റം ആയിരിക്കും. എന്നാൽ ഹൈ ലോഡ് ഫാക്ടർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ തന്നെയാണ്. ഹൈ സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റത്തിന് ഹൈ സ്ട്രെയിൻ ആണ് കൺസിഡർ ചെയ്യുക ഹൈ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ലോ ലോഡ് ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ട്രൂ അബൌട്ട് കൊറോണ. കൊറോണ റിലേറ്റഡ് ആയിട്ട് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് എഫക്ട് കൊറോണ, ഓപ്ഷൻ ബി കൊറോണ ഇൻക്രീസസ് വിർച്വൽ ഡയമീറ്റർ ഓഫ് ദി കണ്ടക്ടർ, ഓപ്ഷൻ സി കൊറോണ റെഡ്യൂസസ് ദ എഫക്ട് ഓഫ് ട്രാൻസിയൻ പ്രൊഡ്യൂസ്ഡ് ബൈ സർജസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് വരിക? ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത് അല്ലേ. എല്ലാം എന്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്? കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് തന്നെയാണ്. അതായത് സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടർ എഫക്ട് കൊറോണ തന്നെയാണ്, അതുപോലെ കൊറോണ ഇൻക്രീസസ് വിർച്വൽ ഡയമീറ്റർ ഓഫ് ദി കണ്ടക്ടർ, അതുപോലെ കൊറോണ റെഡ്യൂസ് ദ എഫക്ട് ഓഫ് ട്രാൻസിയൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സർജ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബസ് ബാർ സെക്ഷൻ അവൈലബിൾ ഫോർ 200 ആംപിയർ ഈസ്. താഴെ തന്നിട്ടുള്ളതിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബസ് ബാറിൻ്റെ സെക്ഷൻ അവൈലബിൾ ഫോർ 200 ആംപിയർ എത്രയാണ്? ഓപ്ഷൻ എ 1.75 മീറ്റർ, ഓപ്ഷൻ ബി 2.44 മീറ്റർ, ഓപ്ഷൻ സി 2.75 മീറ്റർ, ഓപ്ഷൻ ഡി 3.65 മീറ്റർ. അപ്പോൾ എത്രയാണ് വരുന്നത്? 3.65 മീറ്റർ ആയിരിക്കും വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
Question number 9. The runner on Kaplan turbine receive water. എങ്ങനെയാണ് കപ്ലാൻ ടർബൈനിൽ വാട്ടർ റിസീവ് ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയാണ് വെക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അപ്പോൾ റണ്ണർ ഓഫ് കപ്ലാൻ ടർബൈൻ റിസീവ് വാട്ടർ ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ ആക്സിയലി, ഓപ്ഷൻ ബി റേഡിയലി, ഓപ്ഷൻ സി ടാൻജൻഷ്യലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എങ്ങനെയായിരിക്കും റണ്ണർ ഓഫ് എ കപ്ലാൻ ടർബൈൻ റിസീവ് വാട്ടർ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്? ആക്സിയലി ആയിരിക്കും. എങ്ങനെയാണ്? ആക്സിയലി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Question number 10. Factors affecting corona. Factor affecting corona താഴെ തന്നിട്ടുള്ള ഏത് ഫാക്ടറാണ് കൊറോണ മൂലം എഫക്റ്റ് ആവുന്നത്? ഓപ്ഷൻ എ ലൈൻ കറന്റ്, ഓപ്ഷൻ ബി ലൈൻ വോൾട്ടേജ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ഫ്രീക്വൻസി. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ലൈൻ വോൾട്ടേജ് ആണ് വരുന്നത്. ഏതാണ്? ലൈൻ വോൾട്ടേജ്. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 1. From the given list of generating station which has low running cost. താഴെ തന്നിട്ടുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഏതിനാണ് ലോ റണ്ണിങ് കോസ്റ്റ് ആയിട്ടുള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്നാണ്? ഓപ്ഷൻ എ ന്യൂക്ലിയർ, ഓപ്ഷൻ ബി ഹൈഡ്രോ, ഓപ്ഷൻ സി തെർമൽ, ഓപ്ഷൻ ഡി ഡീസൽ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷനാണ് ലോ റണ്ണിങ് കോസ്റ്റിൽ റൺ ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് ആണ് അല്ലേ? ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? ന്യൂക്ലിയർ ആണെങ്കിലും തെർമൽ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ്. അതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ കൂടുതലായിരിക്കും. ബാക്കി എല്ലാത്തിനും, അതായത് ന്യൂക്ലിയറും തെർമലും ഡീസലിനൊക്കെ ഫ്യൂവൽ കോസ്റ്റ് ആയിരിക്കട്ടെ, അതിൻ്റെ എന്താണ് എല്ലാ രീതിയിലും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഹൈഡ്രോയിൽ അതില്ല. അപ്പോൾ ലോ റണ്ണിങ് കോസ്റ്റുള്ള ഏതാണ് ജനറേറ്റിംഗ് സ്റ്റേഷൻ? ഹൈഡ്രോ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറലി യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്? ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി ഹെവി വാട്ടർ, ഓപ്ഷൻ സി കോൺക്രീറ്റ്, ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ് ആൻഡ് കോൺക്രീറ്റ്. ഏതായിരിക്കും നമ്മൾ മോഡറേറ്റർ ആയിട്ട് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്? ഗ്രാഫൈറ്റും കോൺക്രീറ്റും ആണ്. ഏതാണ്? ഗ്രാഫൈറ്റ് ആൻഡ് കോൺക്രീറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ചൂസ് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ഗ്രൂപ്പ്? കൺവെൻഷണൽ എനർജി സോഴ്സസ് നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് എനർജി സോഴ്സസ് ഉണ്ട്. കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉണ്ട്, അതുപോലെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉണ്ട്. ഏതാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നാണ്? ഓപ്ഷൻ എ ഹൈഡ്രോ പവർ, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി, ഓപ്ഷൻ ബി ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി, ഹൈഡ്രോ പവർ, ഓപ്ഷൻ സി ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ്, ഓപ്ഷൻ ഡി കോൾ, ഫയർവുഡ്, ബയോഗ്യാസ്. അപ്പോൾ ഏതാണ് കൺവെൻഷണൽ എനർജി സോഴ്സസിൽ വരുന്നത്? ഓയിൽ, നാച്ചുറൽ ഗ്യാസും ഫയർവുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ബയോഗ്യാസ് ഈസ് എ മിക്സ്ചർ. ബയോഗ്യാസ് ഏതിൻ്റെയൊക്കെയാണ് മിക്സ്ചർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ മീത്തൈൻ ആൻഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ ബി മീത്തൈൻ ആൻഡ് ഹീലിയം, ഓപ്ഷൻ സി മീത്തൈൻ ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ഡി മീത്തൈൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഏതാണ് ബയോഗ്യാസ് എന്തിൻ്റെയൊക്കെയാണ് മിക്സ്ചർ ആയിട്ട് വരുന്നത്? മീത്തൈനിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും മിക്സ്ചറാണ് ഇത് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 5. Arrange the following form smallest to largest in a photovoltaic system അല്ലെങ്കിൽ പി വി സിസ്റ്റം. താഴെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ഉണ്ട്, അതായത് മൊഡ്യൂൾ, അറേ, സോളാർ സെൽ, അറേ ഫീൽഡ്. ഇതിനെ നമ്മൾ സ്മാളസ്റ്റ് ഏറ്റവും ചെറുത് ആദ്യം വെച്ചിട്ട് ലാർജസ്റ്റ് ഏതാണെന്ന് വെച്ചിട്ട് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മളത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 3, 2, 4, 1, ഓപ്ഷൻ ബി 3, 1, 2, 4, ഓപ്ഷൻ സി 2, 4, 1, 3, ഓപ്ഷൻ ഡി 2, 4, 3, 1. അപ്പോൾ ആദ്യം എന്താണ്? സോളാർ സെല്ലാണ് ഏറ്റവും ചെറിയ ആൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം സോളാർ സെല്ലിനെ പ്ലേസ് ചെയ്യാം. സോളാർ സെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? സോളാർ സെല്ലെല്ലാം കമ്പൈൻ ചെയ്ത് പോയ ഒരു മൊഡ്യൂളായിട്ട് കിട്ടും അല്ലേ നമുക്ക്? ആ മൊഡ്യൂൾ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അറേ ആയി കൺസിഡർ ചെയ്യും. അടുത്ത എന്താ? അറേ ഫീൽഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ആദ്യം സോളാർ സെൽ വരും, പിന്നെ അതിനെ മൊഡ്യൂളാക്കും, പിന്നെ അതിനെ അറേ ആക്കും, പിന്നെ അറേ ഫീൽഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഇൻ ഫോട്ടോവോൾട്ടായിക് സിസ്റ്റം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ നോളേജ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്ലാന്റ് കപ്പാസിറ്റി, ഓപ്ഷൻ ബി ആവറേജ് ലോഡ്, ഓപ്ഷൻ സി പീക്ക് ലോഡ്, ഓപ്ഷൻ ഡി കിലോ വാട്ട് അവർ ജനറേറ്റർ. അപ്പോൾ നോളേജ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹെൽപ്പിംഗ് ഇൻ ഡിറ്റർമൈൻ എന്തായിരിക്കും? പ്ലാന്റ് കപ്പാസിറ്റിനെ ആയിരിക്കും. എന്തിനാണ്? പ്ലാന്റ് കപ്പാസിറ്റി. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ പറഞ്ഞത്. എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൊണ്ട് എന്താണ്? പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ആക്കുന്നത്. Question number 7. Which of the following places is not associated with nuclear power plant in India? ഇന്ത്യയിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻ എ നറോറ, ഓപ്ഷൻ ബി താരാപൂർ, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി കോട്ട. ഏതാണ്? നമ്മുടെ ബാംഗ്ലൂരിലാണ് എന്താണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അസോസിയേറ്റഡ്. നറോറ, അതുപോലെ താരാപൂർ, കോട്ടയൊക്കെ എന്തുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇന്ത്യയിൽ ടോട്ടലി 7 ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട് കേട്ടോ. എത്രയാണ് ടോട്ടലി? 7 ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്.
താരാപൂർ, അതുപോലെ കോട്ട രാജസ്ഥാനിലുള്ളതാണ്. പിന്നെ നറോറ, കൽപ്പാക്കം, കൈഗ, പിന്നെ അങ്ങനെ കുറച്ച് എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് എന്താണ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വെക്കുക ഏതൊക്കെയാണ്. മൊത്തം 7 ആണ് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ എന്തുമായിട്ട് റിലേറ്റഡ് അല്ല, ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8. എ പെൻ സ്റ്റോക്ക് ഈസ് യൂസ്ഡ് ആസ് എ കണ്ടക്ട് ബിറ്റ്വീൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെൻ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്, ഏതുമായിട്ടാണ്? അപ്പോൾ ഇതും എന്താണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സ്റ്റീം ചെസ്റ്റ് ആൻഡ് ടർബൈൻ ഇൻ എ തെർമൽ സ്റ്റേഷൻ. ഓപ്ഷൻ ബി എ ഡാം ആൻഡ് ടർബൈൻ ഇൻ ഹൈഡ്രോ സ്റ്റേഷൻ. Option C, the turbine and discharge drain. Option D, the heat exchanger and the turbine in a nuclear power plant. അപ്പോൾ അത് ഏതാ വരുന്നത്? ഡാം ആൻഡ് ടർബൈൻ ഇൻ ഹൈഡ്രോ സ്റ്റേഷൻ്റെ ഇടയിലാണ് ഒരു പെൻ സ്റ്റോക്ക് വെക്കുന്നത് അല്ലേ. അപ്പോൾ ഏതിലാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ ഡാം ആൻഡ് ടർബൈൻ ഇൻ ഹൈഡ്രോ സ്റ്റേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. വിൻഡ് എനർജി ഈസ് ഹാർനസ്ഡ് ബൈ യൂസിങ്. വിൻഡ് എനർജി എങ്ങനെയാണ് ഹാർനസ് ചെയ്യുന്നത്, ഏത് യൂസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ ഇലക്ട്രോൺ ജനറേറ്റർ. ഓപ്ഷൻ ബി വേപ്പർ ജനറേറ്റർ. ഓപ്ഷൻ സി ടർബൈൻ ജനറേറ്റർ. ഓപ്ഷൻ ഡി സ്റ്റീം ജനറേറ്റർ. ഏതാണ്? ഓപ്ഷൻ സി ടർബൈൻ ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ വിൻഡ് എനർജി ഹാർനസ് ചെയ്യുന്നത്. ഏതാണ്? ടർബൈൻ ജനറേറ്റർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ correct answer. Question number 10. A diesel generating plant running on 400 volt 50 Hz 3-phase low tension supply for 10 hours. The load comprises lightning load of 2.5 kilowatt at 0.9 power factor lagging on R phase, a heater load of 5 kilowatt at unity power factor on Y phase, and a 3-phase synchronous induction motor drawn 5 kilowatt at 0.8 power factor lagging. What is the total energy consumption by the load? Question കാണുമ്പോൾ നമുക്ക് പേടി തോന്നില്ല, എത്ര എന്തൊക്കെയോ സാധനങ്ങളുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. ഒരു ഡീസൽ ജനറേറ്റിംഗ് പ്ലാന് 400 വോൾട്ട് 50 ഹെർട്സ് 3-phase ലോ ടെൻഷൻ സപ്ലൈയിൽ എത്ര അവേഴ്സ് റൺ ചെയ്യുന്നുണ്ട്? 10 അവേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചുള്ള ടോട്ടൽ എനർജി മാത്രമാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും എത്രയാണ്? ആദ്യത്തെ കേസ്, അതായത് ആർ ഫേസിൽ 2.5 കിലോവാട്ട് ആണ്. 2.5 കിലോവാട്ട് ഇൻറ്റു 10 ചെയ്യുക, അത് ഒരെണ്ണം ആർ ഫേസിലുള്ളത്. രണ്ടാമത്തേതിൽ എന്താണ്? വൈ ഫേസ്, അതായത് യൂണിറ്റി പവർ ഫാക്ടറിൽ വരുന്ന 5 കിലോവാട്ട് ആണ്. അപ്പോൾ 5 കിലോവാട്ട് ഇൻറ്റു 10 എഗെയിൻ ചെയ്യാം. അടുത്തത് എന്താണ്? എഗെയിൻ സിങ്ക്രണസ് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്ന 5 കിലോവാട്ട് തന്നെയാണ് പിന്നെയും വരുന്നത് അല്ലേ. എഗെയിൻ എന്താണ്? 5 കിലോവാട്ട് ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ ടോട്ടൽ എങ്ങനെ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആർ ഫേസിൽ 2.5 ഇൻറ്റു 10 25 കിലോവാട്ട് വരും. വൈ ഫേസിൽ 5 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 50 കിലോവാട്ട് വരും. എഗെയിൻ സിങ്ക്രണസ് ഇൻഡക്ഷൻ മോട്ടറിൽ 5 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 50 കിലോവാട്ട് തന്നെ വരും. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 യൂണിറ്റിന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. കേബിൾ യൂസ്ഡ് ഫോർ അപ്പോൾ ഏത് കേബിളാണ്? കേബിൾ യൂസ്ഡ് ഫോർ 33 kV to 60 kV അണ്ടർഗ്രൗണ്ട് സർവീസസ് ആർ. ഏതാണ്? ഹൈ ടെൻഷൻ കേബിൾ, എക്സ്ട്രാ ടെൻഷൻ കേബിൾ, സൂപ്പർ ടെൻഷൻ കേബിൾ, എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ കേബിൾ. ഏതാണ് വരിക? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ആണ്. അപ്പോൾ ലോ ടെൻഷൻ കേബിൾ പറഞ്ഞു കഴിഞ്ഞാൽ 11,000 വോൾട്ട് ആ ഒരു റേഞ്ചിലുള്ളതൊക്കെയാണ് വരുന്നത്. ഹൈ ടെൻഷൻ പറഞ്ഞാൽ 11 kV ആ റേഞ്ചിൽ വരുന്നതൊക്കെ ഹൈ ടെൻഷൻ കേബിളിൽ വരുന്നത് തന്നെയാണ്. എന്നാൽ സൂപ്പർ ടെൻഷൻ വരുമ്പോൾ 22 to 33 kV ആ റേഞ്ചിൽ വരും. എക്സ്ട്രാ ഹൈ ടെൻഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 33 to 66 kV ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഏതാണ്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിളിൻ്റെ റേഞ്ച് ആണ്, അണ്ടർഗ്രൗണ്ട് സർവീസിലുള്ള റേഞ്ച്, അതായത് 33 kV to 60 kV ആണ്. അപ്പോൾ ഏതാണ്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ ഓൺ ഓവർ ഹെഡ് സിസ്റ്റം ദ റെക്കമെൻഡഡ് സ്പാൻ ലെങ്ത് ഓഫ് RCC പോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RCC പോളിൻ്റെ സ്പാൻ ലെങ്ത് എത്രയാണ് ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ ഇൻ ഓവർ ഹെഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ? ഓപ്ഷൻ എ 40 to 50 മീറ്റർ. ഓപ്ഷൻ ബി 50 to 80 മീറ്റർ. ഓപ്ഷൻ സി 80 to 100 മീറ്റർ. ഓപ്ഷൻ ഡി 100 to 300 മീറ്റർ. അപ്പോൾ RCCൻ്റെ ലെങ്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എത്ര റേഞ്ചാണ്? 80 to 100 മീറ്റർ ആണ്. നമുക്കറിയാം വുഡൻ യൂസ് ചെയ്യും, സ്റ്റീൽ യൂസ് ചെയ്യും, അതുപോലെ RCC യൂസ് ചെയ്യും. വുഡൻ്റെ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 40 to 50, ലെസ് ദാൻ 50 മീറ്റർ ഒക്കെ ആ റേഞ്ചിൽ വരുന്നതാണ്. സ്റ്റീൽ പറഞ്ഞാൽ 50 to 80 ആയിരിക്കും. RCC പറഞ്ഞാൽ 80 to 100 മീറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 30. ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഫൈൻഡ് ദ ഇൻസുലേറ്റർ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ അപ് ടു 33 kV ഈസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇൻസുലേറ്റർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ അപ് ടു 33 kV യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ 1 പിൻ ഇൻസുലേറ്റേഴ്സ്, സെക്കൻഡ് വൺ റീൽ ഇൻസുലേറ്റർ, തേർഡ് പോസ്റ്റ് ഇൻസുലേറ്റർ, ഫോർത്ത് സ്ട്രെയിൻ ഇൻസുലേറ്റർ. അപ്പോൾ ഏത് ഇൻസുലേറ്ററാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ അപ് ടു 33 kV യൂസ് ചെയ്യുക? പിൻ ഇൻസുലേറ്റേഴ്സും അതുപോലെ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഏതാണ്? പിൻ ഇൻസുലേറ്റേഴ്സും അതുപോലെ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ അപ് ടു എന്താണ് 33 kV വരെ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 40. ദ കോസസ് ഓഫ് കറണ്ട് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ഈസ് ഡ്യൂ ടു. എന്താണ് കറണ്ട് ഉണ്ടാവാൻ ട്രാൻസ്മിഷൻ ലൈനിൽ കോസസ് ഓഫ് കറണ്ട് ഉണ്ടാവുന്നത് ഏത് കണ്ടീഷനിൽ? നോ ലോഡ്
കണ്ടീഷനിൽ കറണ്ട് ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? ഓപ്ഷൻ എ സ്പിൻ ഇൻ റിവേഴ്സ്, ഓപ്ഷൻ ബി കൊറോണ എഫക്ട്, ഓപ്ഷൻ സി കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ, ഓപ്ഷൻ ഡി ബ്ലാക്ക് ഫോർവേഡ് ഫ്രം ദ എർത്ത്. ഏതിലാണ്? കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ കൊണ്ടാണ് എന്താണ് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ കറണ്ട് ഉണ്ടാവുന്നത്. ഏതിലാണ്? കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ മൂലമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 50. Which compensators is required for improving power factor in feeder voltage controller? താഴെ തന്നിട്ടുള്ളതിൽ ഏത് കോമ്പൻസേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നത് ഒരു ഫീഡർ വോൾട്ടേജ് കൺട്രോളറിൽ? ഓപ്ഷൻ എ സിങ്ക്രണസ് കണ്ടക്ഷൻ, ഓപ്ഷൻ ബി ഷണ്ട് കപ്പാസിറ്റൻസ്, ഓപ്ഷൻ സി സീരീസ് കപ്പാസിറ്റൻസ്, ഓപ്ഷൻ ഡി ഷണ്ട് ആൻഡ് സീരീസ് കപ്പാസിറ്റൻസ്. ഏതാണ്? നമ്മളൊരു ഫീഡർ വോൾട്ടേജ് കൺട്രോളറിൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമ്പൻസേറ്റർ ഏതാണെന്ന് പറഞ്ഞാൽ ഷണ്ട് കപ്പാസിറ്റർ ആയിരിക്കും. ഏതാണ്? ഷണ്ട് കപ്പാസിറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 60. വിച്ച് ഓഫ് ദ ഫോളോയിങ് വോൾട്ടേജ് level is used in primary transmission? പ്രൈമറി ട്രാൻസ്മിഷനിൽ ഏത് വോൾട്ടേജ് ലെവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ, പ്രൈമറി ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 400 വോൾട്ട്, ഓപ്ഷൻ ബി 11 kV, ഓപ്ഷൻ സി 33 kV, ഓപ്ഷൻ ഡി 400 kV. അപ്പോൾ ഏതാണ് വരിക? നമ്മൾ എന്താ ചെയ്യുക? ഈ 11 kV ആണ് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നത്. ലൈനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടല്ലോ, എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഹൈ വോൾട്ടേജ് ആയിട്ട് വരുന്നത് 400 kV ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 400 kV. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 17. A DC 3-wire distribution system require how much copper as compared to DC 2-wire system? നമ്മൾ ഡി സി അതുപോലെ എ സി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, എ സി ട്രാൻസ്മിഷൻ, ഡി സി ട്രാൻസ്മിഷൻ ഒക്കെ. അപ്പോൾ ഈ ഡി സി 3-wire ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം റിക്വയറിങ് ഹൗ മച്ച് കോപ്പർ ആസ് കമ്പയർ വിത്ത് എ ഡി സി 2-wire സിസ്റ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓൺലി 83.33%, ഓപ്ഷൻ ബി ഓൺലി 66.66%, ഓപ്ഷൻ സി ഓൺലി 33.33%, ഓപ്ഷൻ ഡി ഓൺലി 31.25%. ഏതാണ് വരുന്നത്? 31.25% ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 80. What type of insulator is used a dead end of a straight line or as a suspension type for voltage 3.3 kV and above? ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ ഡെഡ് എൻഡ് ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ ഓർ എ സസ്പെൻഷൻ ടൈപ്പ് വോൾട്ടേജ് 3.3 kV ആൻഡ് എബോവിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിസ്ക് ഇൻസുലേറ്റർ, ഓപ്ഷൻ ബി സ്ട്രേ ഇൻസുലേറ്റർ, ഓപ്ഷൻ സി സ്ട്രെയിൻ ഇൻസുലേറ്റർ, ഓപ്ഷൻ ഡി പിൻ ഇൻസുലേറ്റർ. അപ്പോൾ ഏതാണ് വരുന്നത്? സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ്. ഏതാണ്? സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ് ഡെഡ് എൻഡ് ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ സസ്പെൻഷൻ ടൈപ്പ് ഓഫ് വോൾട്ടേജ് 3.3 kV ആൻഡ് എബോവിൽ യൂസ് ചെയ്യുന്നത്. Question number 19. A uniformly loaded DC distribution is fed at both ends with equal voltage as compared to a similar distribution fed at one end only. The drop at the middle point is option A 1/4, option B 1/3, option C 1/2, option D twice. എന്താണ് ഒരു യൂണിഫോംലി ലോഡഡ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് രണ്ട് എൻഡിലും എന്താണ് ഈക്വൽ വോൾട്ടേജ് ആണ് ഫെഡ് ചെയ്തിട്ടുള്ളത്. സോ ആസ് കമ്പയർ ടു എ സിമിലർ ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് ഓൺ വൺ എൻഡ് ഓൺലി എ ഡ്രോപ്പ് ഓഫ് ദ മിഡിൽ പോയിന്റിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. ഏതാണ്? 1/4. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇൻ എ DC 3-wire distributor using balancers and heavy unequal load on the two sides, option A both balancers run as a generator, option B both balancers run as a motor, option C balancers connected to lightly load side run as a motor, balancers connected to heavy load side run as a motor. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ബാലൻസേഴ്സ് കണക്റ്റഡ് ടു ലൈറ്റ്ലി ലോഡ് സൈഡ് റൺ എസ് എ മോട്ടറാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക എത്ര യൂണിറ്റ്സ് ആണ്, എന്തൊക്കെയാണ്, എല്ലാം ഫുൾ എന്താ പറയുക നമ്മുടെ ജനറേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടും ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി നോക്കി പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.